അക്കാഡമിക്കിൽ രണ്ട് ഭാഗമുണ്ടല്ലോ. അക്കാഡമിക് നമുക്കിപ്പോൾ ക്യാമ്പസിനകത്ത് പഠിച്ച് അവസാനിപ്പിക്കുന്ന അക്കാഡമിക് മാത്രമല്ലല്ലോ. ലേണിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും തീരാത്തൊരു പ്രോസസ്സാണ്. അപ്പോൾ ആ ലേണിങ്ങിലാണ് ഞാൻ. ആ ലേണിംഗ് പ്രോസസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഭാഷയുടെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ കൂടുതൽ നവീകരിക്കപ്പെടുകയും നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് കൂടുതൽ നമ്മൾ കരുത്തരായി മാറുകയും ഒക്കെ ചെയ്യണമല്ലോ. നമ്മുടെ ആ പ്രവർത്തന ബന്ധാവിലൂടെ എവിടെയെങ്കിലും അടുത്ത് പ്രത്യേകം പോയി പഠിച്ചത് കൊണ്ട് മാത്രമല്ല, പ്രവർത്തനങ്ങളിലുടനീളം അതിങ്ങനെ രൂപപ്പെട്ട് വരിക. ഭാഷയുടെ കാര്യത്തിൽ മാത്രമല്ല ഞാൻ പറയുന്നത്, എല്ലാ കാര്യത്തിലും അങ്ങനെ. അതിൽ ഭാഷ സ്വാഭാവികമായ ഒരു കമ്പോണൻ്റ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് താങ്കളുടെ വിദ്യാഭ്യാസ യോഗ്യതയെ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലുള്ള വിമർശനങ്ങൾ താങ്കൾ കൂടി കണ്ടിട്ടുണ്ടാകും. അതെ അതെ, വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരും വിമർശനങ്ങൾ ഉന്നയിച്ചോട്ടെ, കാമ്പുള്ള വിമർശനങ്ങളാണ് നമ്മളതിന് മറുപടി പറയുക. വിമർശനം ഉന്നയിക്കുന്നവർക്ക് അവരുടേതായ രാഷ്ട്രീയം ഉണ്ടാകാം, ചിലപ്പോൾ അതല്ല അവർ ആത്മാർത്ഥമായി തന്നെ വിശ്വസിച്ചു. എനിക്ക് അവരോടൊന്നും ഒരു യോജിപ്പില്ല. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ വരട്ടെ, അഭിപ്രായങ്ങൾ വരിക എന്നുള്ളൊരു ജനാധിപത്യ വ്യവസ്ഥയിൽ രൂപപ്പെടുക. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും പബ്ലിക് സ്പീക്കറിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ അങ്ങനെ വിമർശനങ്ങൾ വരുമ്പോൾ വിമർശനങ്ങളോട് സഹിഷ്ണുതയോടെ തന്നെ അതിനെ നേരിടുക എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നൊരു കാര്യം. അവർ പറഞ്ഞോട്ടെ.